ഇത് എത്ര ഉണ്ടെന്ന് എണ്ണി വെച്ചോ 15 മിനിറ്റോളം വേണ്ടി വന്നു. എനിക്ക് നല്ല നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നു. ശരിക്കും ഇത് ഒഴിച്ചു വെച്ചിട്ട് നാളെ എടുത്ത് കഴിയുമ്പോൾ ഈ സിറപ്പിൽ ഇതിങ്ങനെ സോക്കാവും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തത്. ഈ പ്രാവശ്യം പക്ഷെ ഒത്തിരി ഒഴിച്ചില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര മധുരം തീരും. വെൽക്കം ടു കൈപ്പൻ വ്ളോഗ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നെന്താണ് പരിപാടി? ഒരു മിനിറ്റ്, ഈ ബട്ടർ ഒന്ന് ചൂടാക്കണം. ഭയങ്കര ചൂട്. ബട്ടർ ചൂടാക്കണം. ചൂടാക്കണല്ല, ചൂടാറട്ടെ എന്ന് ഇച്ചുവിന്റെ അടുത്ത് പറഞ്ഞതാ. ഭയങ്കര ചൂടെന്ന് ഇടാൻ പറ്റില്ല. ചൂടാറാത്തതുകൊണ്ട് ഞങ്ങള് ചൂടാറി ആ ഒരു സമയത്ത് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ചൂടായിരുന്നു. ആ ഗ്യാപ്പിൽ പോയി കൂട്ടടിച്ച്. എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? എന്താണ്? സിനമൺ റോള്. ഞാൻ ഒരു ദിവസം ഇവിടെ പരീക്ഷണാർത്ഥം ഉണ്ടാക്കി. അന്ന് അത്ര ശരിയായില്ല, പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കി നല്ലതായിട്ട്. എന്റെ ചുങ്കുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ സിനമൺ റോൾ ഉണ്ടാക്കി തരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് രണ്ടാമത് ഉണ്ടാക്കി നന്നായിട്ട് വന്നായിരുന്നു. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയപ്പോ ഇത്തിരി ഹാർഡായി പോയി. പക്ഷെ രണ്ടാമത് ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നു. ഒന്ന് സിനമൺ റോള്. ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. പാല് വേണം, ബട്ടർ, ഒരു മുട്ട, ഈസ്റ്റ്, പിന്നെ മൈദയാണ്. മൈദ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അളവ് ഞാൻ ഇടുമ്പോ പറഞ്ഞ പോലെ. പിന്നെ പഞ്ചസാര, ഇത്തിരി ഉപ്പ്. ഇത്ര സാധനം വേണം. മെയിൻ സിനമണൊക്കെ വേണം. ഇതാദ്യം നമ്മള് അതിന്റെ മാവ് കുഴയ്ക്കാൻ പോകും. മാവിന് വേണ്ടി സാധനങ്ങളാണ് ഇത്ര. ബാക്കി അതിന് ഫില്ലിങ് വേറെയാണ്. അതൊക്കെ വേറെ സെപ്പറേറ്റ്. അത് രണ്ടാമത് പറയാം. അതിന് എടുത്തിട്ടില്ല ഞാൻ. അപ്പൊ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ്. 3/4 കപ്പ് പഞ്ചസാര, ഒരു മുട്ട, ഈസ്റ്റ് 2 ടീസ്പൂൺ. മുട്ട ഇടുന്നതിന് മുന്നേ മറന്നു അറിയാം. പക്ഷെ ഇത് മറ്റേ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല, കലക്കി വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് മിക്സ് ചെയ്യുക. ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ. ഉരുക്കി ബട്ടറാണ്, അൺസോൾട്ടഡ് ബട്ടർ ആട്ടോ. ഒരു അര ടീസ്പൂൺ ഉപ്പ്. നമുക്ക് അതിന്റെ മിക്സിന് ഇനി ബാക്കി മാവ് എടുത്തിട്ട് അതിട്ട് മിക്സ് ചെയ്യാം. മൈദ ഒരു 2.25 കപ്പ് മൈദ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചതാ. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇതിട്ട് ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാവേ. ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് തന്നെ കുഴക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട്, അല്ലെങ്കിൽ മറ്റേ കിച്ചൺ മെഷീൻ ഇല്ലേ, അതിലാക്കിയാലും മതി. ബീറ്റർ ഇപ്പൊ തക്കാലം എന്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കും. കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും 2 മണിക്കൂർ മറ്റേ ഇത് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. അത് പൊങ്ങി നല്ലോണം വന്നിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് അതില് ഒരു മിക്സ് ഉണ്ട്, അതിന്റെ ഫില്ലിങ്, അതുണ്ടാക്കാം. അതിന് ഷുഗർ എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിന് അളവ് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് അരക്കപ്പോളം ബ്രൗൺ ഷുഗർ വേണം. മാവ് സ്പ്രെഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ ഉള്ളിലത്തെ ഫില്ലിങ് റെഡിയാക്കാം. ബ്രൗൺ ഷുഗർ അരക്കപ്പ്, സിനമൺ പൗഡർ മെയിൻ ആയിട്ട് നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. നല്ല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. 1 ടീസ്പൂണോ 1.5 അത്ര വെച്ച് സിനമൺ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്. ഇത് 3 കൂടി ആദ്യം മിക്സ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവ് പരത്തിയെടുക്കാം. Yeah, you need to show me that. നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ലോണം പരത്തിയെടുക്കണം. ഇപ്പൊ ഞാൻ വന്നു.
പരത്തിക്കൊണ്ടിരിക്കുക. മാക്സിമം നല്ല വലുതായിട്ട് പരത്തിയെടുക്കണം. ഞാനിത് അതുകൊണ്ട് ഈ സ്പ്രെഡ് ചെയ്ത് ഷീറ്റ് മേടിച്ച് തിമൂന്ന് നല്ലോണം ഇത് കട്ടി കുറച്ച് നല്ലോണം പറ്റും മാക്സിമം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൽ ഫുള്ള് നല്ലോണം ബട്ടർ തേച്ച് കൊടുക്കണം. ആദ്യം ചൂടാക്കി ഉരുക്കി ബട്ടർ അല്ല, റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ. ഞാൻ ഇത് ആദ്യം മെൽറ്റ് ചെയ്തതിന്റെ ബാക്കി. അപ്പൊ ഇത്തിരി ലൂസാ, ഇത്തിരി നല്ല ഇതായിട്ട് നല്ലോണം തേച്ച് കൊടുക്കണം. ഫുള്ള് ബട്ടർ നല്ലോണം സ്പ്രെഡ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മുടെ ഈ മിക്സ് ഇതിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരേ റോളാക്കി എടുക്കാനുള്ളതാണ്. അപ്പം മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ ഫുള്ളായിട്ട് റോൾ ചെയ്തിട്ട് മുറിച്ചെടുത്താലും മതി. ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പല ഷേപ്പിന് ചെയ്യാട്ടോ. ഇതാട്ടോ എളുപ്പം പരിപാടി. दिल के बदले सनम दर्द दिल दे चुके तुझे दिल में दे चुके. അങ്ങനെ വീണ്ടും ഒരു 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. 2 അല്ല 1 മണിക്കൂർ. ഇപ്പൊ വന്നിപ്പോ 2 മണിക്കൂറിന് ആവുന്നുള്ളൂ. ഏകദേശം ഈ ഒരു നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു വലിയൊരു ട്രേക്ക് മാറ്റി വെക്കാണ്. കാരണം അതിന് ബേക്ക് ചെയ്യുമ്പോ ഇത്തിരി സ്ഥലം വേണമല്ലോ ശ്വാസം വിടാൻ. അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ വലിയ ട്രേറ്റ് മാറ്റി വെക്കാം. കാരണം എന്റെ അടുത്ത് മറ്റേ വലിയത് കേക്ക് ടിന്ന് വേറെ വലിയതില്ല. പിന്നെ ഇതിട്ട് പതിയെ മാറ്റി വെക്കാം. ഞാൻ ഇതിട്ട് മാറ്റി ഇതിൽ 6 നാട്ടോ വെച്ചോളൂ. സ്ഥലം വീർത്ത് വരുവാണെങ്കിൽ വന്നോട്ടെ നോർത്തു. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ ഇങ്ങനെ തിങ്ങി വരണ്ട. ആ കുഞ്ഞിതിൽ നിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി ഇതിൽ 4 വെച്ചു. ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെ. ചെയ്തില്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതിൽ ഇരുന്നോട്ടെ. കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ബ്രഷ് ചെയ്ത് കൊടുക്കുമായിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റത്തേക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോ 10 മിനിറ്റോളം ആയി. ഇനി പ്രീഹീറ്റ് ചെയ്ത് ഇതിൽ തന്നെ 180 ഡിഗ്രിയിൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് ഓരോ ഓവന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആവും എന്നുള്ള ഇതിൽ വെച്ചു. പക്ഷെ 15 മിനിറ്റോളം വേണ്ടി വന്നു. എനിക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരണം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ 15 മിനിറ്റ് എടുത്തു. ഇപ്രാവശ്യം എത്രയാണെന്നറിയില്ല. 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം. നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇല്ലാത്ത ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം. ബാക്ക്ഗ്രൗണ്ടില് സൗണ്ട് പോകുന്നത് വാഷിംഗ് മെഷീൻ. ഓക്കെ വെക്കാം. ആദ്യം ഇത് വെക്കാം. അത് കഴിയുമ്പോൾ അത് വെക്കാം. നമ്മുടെ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവനിൽ. അതാവുന്നു അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഫ്രോസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ഇന്ന് കുറച്ചായിട്ട് ഉണ്ടാക്കുന്നു. കാരണം ഇവിടെ എല്ലാവർക്കും ഭയങ്കര മധുരം തീറ്റയാണ്. കുറച്ച് പൗഡർ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഷുഗർ പൗഡർ ആക്കിയിട്ടുണ്ട്. വിസ്ക് ഇട്ടിട്ട് അടിക്കാൻ വയ്യാത്തതുകൊണ്ട് അത് ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടാക്കാൻ പോവാ. മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ഷുഗർ, അതിട്ട് നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത്. ബട്ടർ വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. കുറച്ച് പാല്, കുറച്ച് വാനില എസൻസ്. കുഞ്ഞുമണി തകർത്ത് കരയുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. മമ്മിയുടെ കയ്യിലുണ്ട്. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം പോയി കുഞ്ഞുമണീനെ എടുക്കാൻ. ഇത് ഒന്ന് അടിച്ച് സെറ്റാക്കി എടുക്കട്ടെ. റെഡിയാക്കിയിട്ടുണ്ടേ. ഇത്രയോടെ നല്ലോണം വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയോടെ കട്ടിയായിട്ട് വരും. ഇതാണ്ട് ഫ്രോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടേ. ഫ്രോസ്റ്റ് വയ്ക്കാൻ പോവാ. ഇത് 5 മിനിറ്റ് 2-3 മിനിറ്റ് കൂടുതൽ വേക്കായി പോയി. 1-2 തെറ്റി പോയതാ. കുഴപ്പമില്ല. ഒരിത്തിരി നല്ല ബ്രൗൺ ആയിട്ട് തോന്നുന്നുള്ളൂ. ഇനി ഇത് ഇതിന്റെ മേളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇങ്ങനെ നമ്മുടെ സിനമൺ റോൾ റെഡി. പിന്നെ ചൂടാറുമ്പോൾ കഴിച്ചാൽ മതി. വലിയ ചൂടാറി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഒഴിച്ചത് ഫ്രോസ്റ്റ്. പക്ഷെ ശരിക്കും ഇത് ഒഴിച്ചു വെച്ചിട്ട് നാളെ എടുത്ത് കഴിയുമ്പോൾ ഈ സിറപ്പിൽ ഇതിങ്ങനെ സോക്കാവും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തത്. ഈ പ്രാവശ്യം പക്ഷെ ഒത്തിരി ഒഴിച്ചില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര മധുരം തീറ്റയാണ്. അതുകൊണ്ട് ഇത് കുറച്ച് ജസ്റ്റ് ടേസ്റ്റിനെ ഒഴിച്ചിട്ടുള്ളൂ. അല്ലെ ഇതിങ്ങനെ ആയിരുന്നു സോക്കായി നല്ലതായിട്ട് ഉള്ളിട്ട്. ഇത് ഓൾറെഡി സോഫ്റ്റ് ആണ്. പക്ഷെ അതങ്ങ് ആ ഷുഗർ സിറപ്പും ഇതെല്ലാം കൂടി ഇറങ്ങി നല്ല സോക്കായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാ. ചുങ്കൂര് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ പിള്ളേർക്കൊന്നും സിനിമന്റെ ടേസ്റ്റ് കുടിക്കുന്നത് ചുങ്കൂര് ഭയങ്കര ഇഷ്ടമാണ്. ചുങ്കൂര് എത്രണ്ണം ഉണ്ടെന്ന് എണ്ണി വെച്ചോ കറക്റ്റ് ആരൊക്കെ എത്രണ്ണം എടുത്തു അവൻ എത്രണ്ണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അമ്മച്ചതായിരിക്കുന്നു. ഒരു ഫുഡ് കഴിക്കുന്നു. നേരെ ഇനി വീട്ടിലോട്ട് കയറി പോകാൻ വേണ്ടി മേലോട്ട് കയറി പോകാൻ വേണ്ടി 8:30. ചപ്പാത്തിയും ബീഫും പഴംപൊരിയും ബീഫും. ഓ അതിന്ന് കിള്ളി പൊളിച്ചു. സോഫ്റ്റാ. ഇതേ കണ്ടില്ലോടാ. അതാ ആദ്യം കഴിക്കണ കൊച്ചേ. നാളെ ചൂടാപ്പ പതുക്കെ തൊണ്ടയ്ക്ക് ഇത് നിനക്ക് തരും. പതുക്കെ പുറത്ത് ഞാൻ പറഞ്ഞില്ല 2 മിനിറ്റ് കൂടുതൽ ബേക്ക് ആയിപ്പോയി. എന്റെ പുറത്തെ ആ ലെയർ നല്ല കറമുറന്ന് ക്രിസ്പി ആയിപ്പോയി. ഉള്ളിൽ പക്ഷെ സോഫ്റ്റാ. രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്.